നടൻ സിദ്ദിഖിനായുള്ള തിരച്ചിൽ ഊർജിതമാകുന്നതിനിടെ എറണാകുളം കുട്ടമശ്ശേരിയിലെ വീട്ടിൽ സിദ്ദിഖില്ലെന്ന് കെയർടേക്കർ. സിദ്ദിഖ് എവിടെയെന്ന് അറിയില്ലെന്നും കുട്ടമശ്ശേരിയിലെ വീട്ടിൽ വന്നത് 12 ദിവസങ്ങൾക്ക് മുമ്പാണെന്നും കെയർടേക്കർ പറഞ്ഞു. അടുത്തിടെ ഒരു ദിവസം കണ്ടു, പിന്നെ കണ്ടില്ല. താൻ പുതിയ ആളാണെന്നും കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും കെയർടേക്കർ പറഞ്ഞു. നിലവിൽ സിദ്ദിഖിന്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണ്. സിദ്ദിഖിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലൈംഗികാതിക്രമ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത്. സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടനെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. AMMM ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന താരം രാജ്യമിടാതിരിക്കാനാണ് സർക്കുലർ പുറപ്പെടുവിച്ചത്. അതേസമയം രൂക്ഷ വിമർശനമാണ് സിദ്ദിഖിനെതിരെ ഹൈക്കോടതി ഉന്നയിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കുലർ നിശബ്ദതയിൽ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കോടതി പറഞ്ഞു. സിദ്ദിഖിന്റെ വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. സിദ്ദിഖ് സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പരാതിക്കാരിക്കെതിരായ സിദ്ദിഖിന്റെ വാദങ്ങളും കോടതി തള്ളി. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അനിവാര്യമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 2016 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ലൈംഗിക പീഡനം നടന്നതെന്ന് യുവനടി മൊഴി നൽകിയിരുന്നു. അന്നേ ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ഹോട്ടലിന് നിർദ്ദേശം നൽകിയിരുന്നു. മ്യൂസിയം പോലീസാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. നീള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിനെത്തിയപ്പോഴാണ് പരിചയപ്പെട്ടതെന്നും സിനിമാ ചർച്ചകൾക്കായി വിളിച്ചുവരുത്തിയാണ് ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും യുവനടി പറഞ്ഞിരുന്നു. ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് AMMI ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു. അതേസമയം പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനായി അന്വേഷണ സംഘം തിരച്ചിൽ ശക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഫേസ്ബുക്ക് കുറിപ്പുമായി പരാതിക്കാരി എത്തിയിരിക്കുന്നു. ജീവിതം ഒരു ബൂമറാങ് ആണ്, നിങ്ങൾ ചെയ്തിട്ടുള്ളതിന് തിരിച്ചു കിട്ടുമെന്നാണ് പരാതിക്കാരി ഫേസ്ബുക്കിൽ കുറിച്ചത്.